നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന NRC നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം തെരുവോരങ്ങളിൽ ജാതിമത ഭേദമന്യേ നമ്മൾ നേരിട്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ ക്യാമ്പസുകൾ ചോദിച്ചത് ഇതെത്ര വലിയ അധർമ്മമാണ്, ഇതെങ്ങനെയാണ് ശരിയാവുക, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വേർതിരിവിനെ എങ്ങനെയാണ് നാം വകവെച്ചു കൊടുക്കുക? അപ്പോഴാണ് രാജ്യവ്യാപകമായി മുസ്ലിമും ഹിന്ദുവും ഈ രാജ്യത്തോട് കൂറുള്ള മനുഷ്യരൊക്കെ തെരുവിലിറങ്ങിയപ്പോ NRCയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നവർ പിന്നീട് അത് നടപ്പാക്കാൻ കണ്ട കുറുക്കുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം കള്ളക്കളികളാണ്. കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് ഉടുപ്പ് മാറിയിട്ട് വന്ന ഒരു NRC ആണ്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ബീഹാറിൽ റേഷൻ കാർഡ് പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല, ആധാർ കാർഡ് പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് ആധാർ കാർഡ് പരിഗണിക്കും എന്ന് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുട്ടുമടക്കേണ്ടി വന്നത്. ഡൗട്ട്ഫുൾ പീപ്പിളുകളെയാണ് സൃഷ്ടിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചതെങ്കിൽ ഇതാ ഡൗട്ട്ഫുൾ വോട്ടർമാരെ സൃഷ്ടിക്കുന്നു. 68 ലക്ഷം മനുഷ്യരെയാണ് ഡൗട്ട്ഫുൾ വോട്ടർമാരായി ബീഹാറിൽ മാത്രം മാറ്റി നിർത്തിയിട്ടുള്ളത്. അതിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. ആരൊക്കെയാണ് ബീഹാറിൽ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായത്? അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ ദലിതർ, അവിടുത്തെ മുസ്ലിങ്ങൾ, ഇവരാണ് അധികവും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്.